നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഞാൻ അശോക് നാരായൺ. ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഹിപ്നോസിസിനെ കുറിച്ചാണ്. ഹിപ്നോസിസിൻ്റെ പ്രയോജനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൽ അനന്തമായിട്ടുള്ള സാധ്യതകൾ തന്നെയാണുള്ളത്. അതായത് ഞാൻ സാധാരണ പറയാറുണ്ട്, ഒരു വ്യക്തിയെ ശാരീരികമായും മാനസികമായും വൈകാരികമായും അതുപോലെ തന്നെ സാമ്പത്തികമായും എല്ലാം പരിവർത്തനങ്ങൾ സംഭവിപ്പിക്കാൻ, വ്യക്തികളിൽ പരിവർത്തനങ്ങൾ സംഭവിപ്പിക്കാൻ ഹിപ്നോസിസിലൂടെ സാധിക്കും, അല്ലെങ്കിൽ ഹിപ്നോതെറാപ്പിയിലൂടെ സാധിക്കും. ഇന്ന് അത് വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് വളരെ ലളിതമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു കുഞ്ഞു കഥയിലൂടെ ഒന്ന് വിവരിക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും വിഷയത്തിലേക്ക് കടക്കാം. ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് കാണുകയാണെങ്കിൽ വളരെ സന്തോഷം. അതായത് ഒരിക്കൽ ഒരു പരുന്തിൻ്റെ കൂട്ടിൽ നിന്ന് ഒരു മുട്ട എങ്ങനെയോ നിലത്ത് വീണു. പക്ഷേ ഈ ഉണങ്ങിയ പുല്ലുകൾക്കിടയിലൊക്കെ വീണതുകൊണ്ടായിരിക്കാം ആ മുട്ടയ്ക്ക് കേടുപാടുകളൊന്നും സംഭവിച്ചില്ല. അപ്പോൾ ഈ നിലത്ത് വീണ് കിടക്കുന്ന ഈ മുട്ടയെ ഒരു കോഴി കണ്ടു, ഒരു പിടക്കോഴി കണ്ടു. അത് പതിയെ ഈ മുട്ടയെ കൊണ്ടുപോയിട്ട് അതിൻ്റെ മുട്ടകളോടൊപ്പം വെച്ചു. എന്ത് മുട്ടയാണതെന്ന് പിടക്കോഴിക്ക് ആദ്യം മനസ്സിലായില്ല. എന്തായാലും അതിൻ്റെ മുട്ടയോടൊപ്പം വെച്ചു. കുറേ മുട്ടകളായി കോഴിമുട്ടയും കൂട്ടത്തിൽ ഈ പരുന്തിൻ്റെ മുട്ടയും ഒക്കെ ചേർന്നിട്ട് അടയിരുന്നു. കുഞ്ഞുങ്ങളെല്ലാം വിരിഞ്ഞു വന്നു. സ്വാഭാവികമായിട്ടും കഥയാണ്, കഥയിൽ ചോദ്യമില്ല. ചില ആശയങ്ങൾ അല്ലെങ്കിൽ ചില സന്ദേശങ്ങൾ മാത്രമാണ് അതിലുണ്ടാവുക. അതുകൊണ്ട് ആ സെൻസിലെടുത്താൽ മതി. എന്തു തന്നെ ആയാലും ഈ കോഴിക്കുഞ്ഞുങ്ങളോടൊപ്പം ഒരു പരുന്തിൻ കുഞ്ഞും പതിയെ മുട്ടത്തോട് പൊട്ടിച്ച് പുറത്തേക്ക് വന്നു. അപ്പോൾ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്കെല്ലാം വളരെ കൗതുകമായി, കാരണം തങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കുഞ്ഞിനെ കണ്ടിട്ട്. എന്നാലോ പരുന്തിൻ കുഞ്ഞിന് ഇത് തിരിച്ചറിയാൻ പറ്റുന്നുമില്ല, കാരണം അതിൻ്റെ സ്വന്തം രൂപത്തെ തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ. എന്തു തന്നെയായാലും അപ്പോൾ ഈ കോഴിക്കുഞ്ഞുങ്ങൾ സാവധാനം പുറത്തേക്ക് ഇറങ്ങി. ദിവസങ്ങൾ കഴിഞ്ഞു, ചെറുതായിട്ടത് വലുതാകാൻ തുടങ്ങി. മെല്ലെ മെല്ലെ അത് വലുതാകാൻ തുടങ്ങി. ചിക്കിച്ചികിയാനും ഭക്ഷണം തേടാനും ഒക്കെ തുടങ്ങി. പക്ഷെ ആ സമയത്ത് ഈ കോഴിക്കുഞ്ഞുങ്ങളെ നോക്കി, കോഴിക്കുഞ്ഞുങ്ങളെ അമ്മ കോഴി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് ഈ പരുന്തിൻ കുഞ്ഞും അതുപോലെ ചിക്കാനും ചികിയാനും എല്ലാം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിന് സാധിക്കുന്നില്ല. അപ്പോൾ അതിന് സാധിക്കാതെ വരുന്ന സമയത്ത് കോഴിക്കുഞ്ഞുങ്ങളെല്ലാം ഈ പരുന്തിൻ കുഞ്ഞിനെ കളിയാക്കുകയാണ്. നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നെല്ലാം പറഞ്ഞിട്ട്, നിങ്ങൾക്കറിയാം എന്തൊക്കെ വാക്കുകളാണ് അവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അങ്ങനെ ഈ പരുന്തിൻ കുഞ്ഞിനെ കളിയാക്കുന്നുണ്ട്. പരുന്തിൻ കുഞ്ഞിന് വളരെ സങ്കടം തോന്നുന്നുണ്ട്, വളരെ സങ്കടം തോന്നുന്നുണ്ട്. അത് പരമാവധി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. സങ്കടം തോന്നുന്നുണ്ട്. അപ്പോൾ ക്രമേണ ഈ അമ്മക്കോഴി മനസ്സിലാക്കുന്നുണ്ട് ഇത് വാസ്തവത്തിൽ പരുന്തിൻ്റെ കുഞ്ഞാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്, ഈ കുഞ്ഞ് കുറച്ച് വളർന്നു വന്നപ്പോഴേക്കും. പക്ഷേ അമ്മക്കോഴി കുഞ്ഞിനോട് പറയുന്നില്ല, മറിച്ച് ഈ കുഞ്ഞിനെ കാര്യമായിട്ട് ശ്രദ്ധിക്കാതെ വിടുകയാണ് ചെയ്യുന്നത്. കാരണം അമ്മക്കോഴിക്ക് അറിയാം ഇത് വളർന്നു വന്നാൽ അപകടമാണ് എന്നുള്ളതെല്ലാം അമ്മക്കോഴിക്ക് അറിയാം. അതേസമയം പരുന്തിൻ കുഞ്ഞിന് പറക്കാനോ അതിൻ്റേതായ വിധത്തിൽ മുന്നോട്ട് പോകാനോ ഉള്ള പരിശീലനങ്ങളൊന്നും കൊടുക്കുന്നുമില്ല. അത് സ്വാഭാവികമായിട്ടും കോഴിക്ക് അറിയില്ല. എന്തു തന്നെയായാലും അത് കിട്ടുന്നുമില്ല. അപ്പോൾ അങ്ങനെ കൂട്ടത്തിൽ ഒന്നിനും കൊള്ളാത്തവനായിട്ട് ഈ പരുന്തിൻ കുഞ്ഞ് ഇങ്ങനെ വളർന്ന് വരികയാണ്. കാലം കഴിഞ്ഞു പോവുകയാണ്. ആ സമയത്ത് ഒരിക്കൽ ഈ പരുന്തിൻ കുഞ്ഞ് വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു കാഴ്ച കണ്ടു. അതൊരു ദിവസം മറ്റ് കോഴിക്കുഞ്ഞുങ്ങളോടുകൂടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആകാശത്തിൽ ഒരു പക്ഷി വളരെ ഉയരത്തിൽ ഭംഗിയായിട്ടിങ്ങനെ പറക്കുന്ന വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടു. ഈ കാഴ്ച കണ്ട സമയത്ത് ഈ കുഞ്ഞും വിചാരിക്കുന്നുണ്ട്, എനിക്കും അതുപോലെ പറക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന്. മാത്രമല്ല ഈ കുഞ്ഞ് മറ്റു കോഴിക്കുഞ്ഞുങ്ങളോടും അമ്മ കോഴിയോടും എല്ലാം തൻ്റെ ഈ ആഗ്രഹം പറയുകയും ചെയ്തു. ഉടനെ തന്നെ ഈ കോഴിക്കുഞ്ഞുങ്ങളും അമ്മ കോഴിയും എല്ലാം ഈ കുഞ്ഞിനെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. നിനക്കറിയില്ലേ, നമുക്കങ്ങനെ പറക്കാനൊന്നും പറ്റില്ല, നമ്മുടെ ചിറകുകളെല്ലാം ചെറുതാണ്. ഏതെങ്കിലും ഒരു കോഴിക്കുഞ്ഞ് ഇന്നോളം പറക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? നീ വിഡ്ഢിത്തം പറയാതിരിക്കൂ എന്നെല്ലാം പറഞ്ഞിട്ട് വീണ്ടും പരുന്തിൻ കുഞ്ഞിനെ കളിയാക്കിക്കൊണ്ടേയിരിക്കുന്നു. എന്നാലോ താൻ ശരിക്കും ഒരു പരുന്തിൻ കുഞ്ഞാണ് എന്നുള്ളത് ഈ കുഞ്ഞ് തിരിച്ചറിയുന്നുമില്ല. അതിൻ്റെ സങ്കടം വീണ്ടും വർദ്ധിക്കുകയാണ്. എല്ലാവരും കളിയാക്കുന്നുണ്ട്, തന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള ചിന്ത അതിൻ്റെ മനസ്സിൽ വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഒരു ദിവസം ഒന്നിനും കൊള്ളാതെ ജീവിതമെല്ലാം മടുത്തിട്ട് ഈ കുഞ്ഞ് ഒരു പുഴയുടെ കരയിൽ ഇങ്ങനെ നിൽക്കുകയാണ്, വളരെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ എവിടെ നിന്നും ഒരു കാക്ക പറന്നു വന്നിട്ട് ഈ കുഞ്ഞിനോട് ചോദിച്ചു, എന്തിനാണ് നിനക്കിത്ര സങ്കടം എന്ന്. അപ്പോൾ ഈ കുഞ്ഞ് പറഞ്ഞു, എനിക്ക് എൻ്റെ കൂട്ടുകാരെ പോലെ അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളെപ്പോലെ ചികയാനോ
ഭക്ഷണം തേടാനോ ഇരപിടിക്കാനോ ഒന്നും സാധിക്കുന്നില്ല. മാത്രമല്ല ആകാശത്തിൽ ഉയർന്നു പറക്കുന്ന ആ പക്ഷിയെപ്പോലെ പറക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനും എനിക്ക് സാധിക്കില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ എനിക്ക് ജീവിതം മടുത്തു, ഇങ്ങനെ മുന്നോട്ട് പോകാൻ എനിക്ക് വയ്യ, മതിയായി എന്ന് ഈ കുഞ്ഞ് പക്ഷി മെല്ലെ കാക്കയോട് പറഞ്ഞു. അപ്പോൾ കാക്ക ഈ പക്ഷിക്കുഞ്ഞിനെ നോക്കി മൃദുവായിട്ട് ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ ഇപ്പോൾ മടങ്ങിയെത്താം എന്ന് പറഞ്ഞിട്ട് കാക്ക മെല്ലെ പറന്നകന്നു. അപ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടി കുഞ്ഞു പക്ഷി ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായിട്ടായിരിക്കാം കാക്ക മടങ്ങിയെത്തുക എന്നെല്ലാം വിചാരിച്ചിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ദൂരെ കാക്കയെ കാണാൻ തുടങ്ങി. അതതിൻ്റെ ചുണ്ടിലെ എന്തോ ഒന്ന് കൊത്തിയെടുത്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ആ കൊത്തിയെടുത്തുകൊണ്ട് വന്നിരിക്കുന്ന വസ്തു ചെറുതായിട്ട് തിളങ്ങുന്നുമുണ്ട്. അപ്പോൾ കാക്ക മെല്ലെ അടുത്ത് വന്നിട്ട് ഈ കുഞ്ഞു പക്ഷിയുടെ അടുത്ത് നിന്നു. അപ്പോൾ നോക്കുന്ന സമയത്താണ് അതൊരു കണ്ണാടിയായിരുന്നു. വാസ്തവത്തിൽ മുഖം നോക്കുന്ന ഒരു കണ്ണാടിയായിരുന്നു. ഈ പക്ഷിയുടെ നേരെ പിടിച്ചിട്ട് പറഞ്ഞു, നീ ഇതിലേക്കൊന്ന് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രൂപം കണ്ടപ്പോൾ ഈ കുഞ്ഞു പക്ഷിക്ക് വളരെ അത്ഭുതം തോന്നി. കാരണം 2 കാരണമുണ്ട്. ഒന്ന്, തൻ്റെ സഹോദരങ്ങളുടെ രൂപമല്ല തൻ്റെ രൂപമെന്നുള്ളത് അതിനെ അത്ഭുതപ്പെടുത്തി. രണ്ടാമത്തത്, അവൻ ഒരുപാട് ആഗ്രഹിച്ച ആ മുകളിൽ പറന്നുകൊണ്ടിരുന്ന ആ പക്ഷിയുടെ അതേ രൂപമാണ് തനിക്കുമെന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഈ കുഞ്ഞു പക്ഷിക്ക് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യ ബോധം കൈവന്നതോടുകൂടി കാക്ക ഈ കുഞ്ഞു പക്ഷിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, യഥാർത്ഥത്തിൽ നീ ഒരു കോഴിയല്ല, നീ ഒരു കോഴിക്കുഞ്ഞല്ല, മറിച്ച് ആ ഉയരത്തിൽ പറക്കുന്ന ആ പക്ഷിയില്ലേ, പരുന്തില്ലേ, ആ പരുന്തിൻ്റെ കുഞ്ഞാണ് നീ. പക്ഷെ നിനക്കത് അറിയില്ലായിരുന്നു. മാത്രമല്ല നിന്നെ അത് ആരും അറിയിച്ചില്ല. അതുമാത്രമല്ല, നിൻ്റെ യഥാർത്ഥ കഴിവുകളെ തിരിച്ചറിയാഞ്ഞിട്ട് നിന്നെ പലരും കളിയാക്കുകയാണ് ചെയ്തത്, അവഹേളിക്കുകയാണ് ചെയ്തത്, കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. കോഴിക്കുഞ്ഞുങ്ങളെപ്പോലെ മണ്ണ് മാന്തി ചികഞ്ഞ് പെറുക്കാൻ തീറ്റ തേടാൻ നിനക്കാവില്ല. കാരണം നിൻ്റെ ശരീരഘടന അങ്ങനെയല്ല. അതിലും ഉന്നതമായിട്ടുള്ള, അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ശരീരഘടനയാണ് നിനക്കുള്ളത്. നിനക്ക് പറക്കാൻ സാധിക്കും, നീ ശ്രമിക്ക്, നിനക്കതിന് സാധിക്കും എന്ന് പറഞ്ഞ് കാക്ക ഈ പരുന്തിൻ കുഞ്ഞിന് ഒരു തിരിച്ചറിവ് കൊടുക്കുകയാണ്. സാവധാനം പരുന്തിൻ കുഞ്ഞ് പറക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് വളരെ മനോഹരമായിട്ട് ഉയരങ്ങളിലേക്ക് പറന്നുയരാനും സാധിക്കുന്നുണ്ട്. ഇതിനെ ഒരു കഥയായിട്ട് മാത്രം എടുത്താൽ മതി. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളിൽ പലർക്കും, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കാര്യം എടുത്ത് നോക്കൂ, ഏതെല്ലാം കാര്യങ്ങൾക്കാണ്, അല്ലെങ്കിൽ ഏതെല്ലാം അറിവില്ലായ്മകളുടെ പേരിലാണ് നിങ്ങളെ പലരും കളിയാക്കിയത്, നിങ്ങളെ പലരും അവഹേളിച്ചത്, നിങ്ങളെ പലരും ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചത്. എന്നാൽ അതിനേക്കാളൊക്കെ ഉന്നതമായിട്ടുള്ള എത്രയോ കഴിവുകൾ നമ്മൾ ഓരോരുത്തരിലും അന്തർലീനമാണ്. അത് നമ്മൾ തിരിച്ചറിയുന്നില്ല. ഒരുപക്ഷെ നല്ല പാട്ട് പാടാൻ കഴിവുള്ള ഒരു കുഞ്ഞ്, അവനെ ആ കഴിവിനെ തിരിച്ചറിയാതെ അവനെ ഇല്ലാതെ പോയ ഏതെങ്കിലും ഒരു കാര്യത്തെ പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തുന്നതിൽ, അവനെ കളിയാക്കുന്നതിൽ, അവനെ ചവിട്ടിത്താഴ്ത്തുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? നിങ്ങളും ഇതുപോലെ ഏതെങ്കിലും പ്രായത്തിൽ, ഏതെങ്കിലും കാലഘട്ടങ്ങളിൽ ഇതുപോലെ കളിയാക്കലുകൾക്കും അവഹേളനങ്ങൾക്കുമൊക്കെ ഇരയായിട്ടുണ്ടാവില്ലേ? അങ്ങനെ എന്തെങ്കിലും ഓർമ്മ വരികയാണ് എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളിൽ അന്തർലീനമായിട്ടുള്ള അറിവുകളെ, കഴിവുകളെ, അതുപോലെ തന്നെ സർഗാത്മകമായിട്ടുള്ള മറ്റ് സാധ്യതകളെ കൂടുതൽ വർദ്ധിപ്പിക്കാൻ, ചില സാഹചര്യങ്ങളിൽ തിരിച്ചറിയാനെല്ലാം ഹിപ്നോസിസ് വളരെ അതിഗംഭീരമായിട്ട് നിങ്ങളെ സഹായിക്കും. നമ്മൾ ഹിപ്നോസിസ് പഠിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ സ്വയം ഹിപ്നോസിസിന് വിധേയമാകുന്നതിലൂടെ, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ നിർദ്ദേശങ്ങളിലൂടെ നിങ്ങൾ ഹിപ്നോസിസിന് വിധേയമാകുന്നതിലൂടെ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ, നിങ്ങളുടെ ധൈര്യം വർദ്ധിപ്പിക്കാൻ, നിങ്ങളുടെ സ്വഭാവ സവിശേഷതകളെ വർദ്ധിപ്പിക്കാൻ, നിങ്ങളുടെ കഴിവുകളെ വർദ്ധിപ്പിക്കാൻ എല്ലാം അതിഗംഭീരമായിട്ട് സാധിക്കും. ഞാൻ സാധാരണഗതിയിൽ പറയാറുണ്ട്, പൊതുവായിട്ട് ട്രെയിനിങ്ങുകൾക്കിടയിൽ പറയാറുള്ള ഒരു കാര്യം, പലർക്കും സ്റ്റേജ് ഫിയർ ഉണ്ടാകാറുണ്ട്, ഇല്ലേ? സാധാരണ പ്രായം എത്രയും ആയിക്കോട്ടെ, അനുഭവ സമ്പത്ത് എത്രയും ആയിക്കോട്ടെ, അക്കാഡമിക് നിലവാരം എത്രയും ആയിക്കോട്ടെ, സ്ഥാനമാനങ്ങൾ എത്രയും ഉന്നതമായിക്കോട്ടെ, പലർക്കും, മെജോറിറ്റിക്കും ഒരു മൈക്ക് കയ്യിൽ കിട്ടിയാൽ മെല്ലെ കാലുകൾ വിറയ്ക്കാൻ തുടങ്ങും. സ്റ്റേജിലൊന്ന് കയറി പെർഫോം ചെയ്യണമെന്ന് കേൾക്കുമ്പോൾ തന്നെ
ബുദ്ധിമുട്ടുകൾ ആരംഭിക്കാൻ തുടങ്ങും അല്ലേ? എന്താ കാരണം? അറിവില്ലാഞ്ഞിട്ടാണോ, കഴിവില്ലാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ അനുഭവ സമ്പത്തില്ലാഞ്ഞിട്ടാണോ? ഒന്നുമല്ല. പിന്നെയോ ഏതോ ഒരു സമയത്ത് ഒരു ചെറിയ പ്രായത്തിൽ അവൻ സ്റ്റേജിലൊരു പാട്ട് പാടാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഒന്ന് ശബ്ദമിടറി. അന്നത്തെ പ്രായത്തിൻ്റെ പക്വതക്കുറവ് കാരണം ആരൊക്കെയോ ചേർന്നവനെ കളിയാക്കി, മറ്റാരൊക്കെയോ ചേർന്നവൻ അവഹേളിച്ചു, ആരൊക്കെയോ ചേർന്ന് വിധി എഴുതി നിനക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല എന്ന്. അവൻ്റെ കുഞ്ഞു മനസ്സിലെ കൂരമ്പുകൾ പോലെ ആ വാക്കുകൾ തുളച്ചു കയറി. ഇതാണ് സംഭവിക്കുന്നത്. അതിനുശേഷം പിന്നീട് സ്റ്റേജിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ, മൈക്ക് കാണുമ്പോൾ തന്നെ അവൻ്റെ കാലുകൾ വിറയ്ക്കാൻ തുടങ്ങുകയാണ്, കണ്ഠമിടറാൻ തുടങ്ങുകയാണ്. ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അപാകതകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മാറ്റങ്ങൾ വരുത്താൻ, തിരുത്തലുകൾ വരുത്താൻ, കൂട്ടിച്ചേർക്കലുകൾ വരുത്താൻ ഹിപ്നോസിസിലൂടെ അതിഗംഭീരമായിട്ട് സാധിക്കും. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശരിക്കും വളരെ വലിയൊരു സാധ്യത തന്നെയാണത്. നിങ്ങളുടെ കഴിവുകളെ 10 മടങ്ങ് വർദ്ധിപ്പിക്കാൻ, സാധ്യതകളെ 10 മടങ്ങ് വർദ്ധിപ്പിക്കാൻ ഹിപ്നോസിസിലൂടെ സാധിക്കും. അതുപോലെ മറ്റൊന്ന് പരീക്ഷാ പേടി, എക്സാം ഫിയർ. എക്സാം ഫിയറിനും ഇതേ കാരണങ്ങൾ തന്നെയാണുള്ളത്. ആ കാരണങ്ങളിലേക്ക് ഞാനിപ്പോൾ ഒരുപാട് പോകുന്നില്ല. ഇതിനു മുമ്പും പല വീഡിയോകളിൽ ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട്, പോകുന്നില്ല. അപ്പോൾ എക്സാം ഫിയർ പരിഹരിക്കാൻ വേണ്ടിയിട്ട് വളരെ ഗംഭീരമായിട്ട് നല്ല ആത്മവിശ്വാസത്തോടു കൂടി പരീക്ഷകളെ ഫേസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള മാനസിക സന്തുലനം അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള സാധ്യതകളെ ഉണർത്താനും ഉയർത്താനും എല്ലാം ഹിപ്നോസിസ് വളരെ ഗംഭീരമായിട്ട് ഉപയോഗപ്പെടുത്താം. ഇനി ഹിപ്നോസിസ്, നിങ്ങൾക്ക് സെൽഫ് ഹിപ്നോസിസിനെ കുറിച്ച് അറിയണമെങ്കിൽ, സെൽഫ് ഹിപ്നോസിസ് എന്ന് പറയുന്നത് നമുക്ക് മറ്റാരുടെയും സഹായമില്ലാതെ സ്വയം ഹിപ്നോസിസിന് വിധേയമായിക്കൊണ്ട് ഈ വിധത്തിലുള്ള പരിവർത്തനങ്ങൾ സംഭവിപ്പിക്കാൻ സാധിക്കും. അതേക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ സെൽഫ് ഹിപ്നോസിസിനെ കുറിച്ച് വളരെ വിശദമായിട്ടുള്ള 2 വീഡിയോകൾ ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഐ ബോക്സിൽ ഇപ്പോൾ വന്നിട്ടുണ്ടാകും, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് കൊടുക്കുകയും ചെയ്യാം. അത് വിശദമായിട്ട് കാണുക. അതോടൊപ്പം തന്നെ ഹിപ്നോസിസ് പഠിക്കാൻ, പരിശീലിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ സ്വന്തം ഭാഷയായിട്ടുള്ള മലയാളത്തിൽ അതിഗംഭീരമായിട്ട് നിങ്ങൾക്കത് പഠിക്കാൻ, വളരെ ലളിതമായിട്ട് ഇതിനെ പഠിക്കാൻ ഇപ്പോൾ അവസരമുണ്ട്. നിങ്ങളുടെ പ്രായം അതെന്തുമായിക്കോട്ടെ, നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്തുമായിക്കോട്ടെ, അതൊന്നും ഹിപ്നോസിസ് പഠിക്കുന്നതിനുള്ള അല്ലെങ്കിൽ പഠിക്കാതിരിക്കുന്നതിനുള്ള ഒരു മാനദണ്ഡമേ അല്ല. നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹിപ്നോസിസ് പഠിക്കാം, പരിശീലിക്കാം, സ്വയം അതിഗംഭീരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകാനും സാധിക്കും. കൂടുതൽ അറിയാൻ വേണ്ടി ഇവിടെ കാണിച്ചിരിക്കുന്ന 7736298611 എന്നുള്ള നമ്പറിലോ 7510164997 എന്നുള്ള ഈ നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഇതിനോടകം ഒട്ടനവധി പേരുടെ ജീവിതത്തിലെ അതിഗംഭീരമായ പരിവർത്തനങ്ങൾ സംഭവിപ്പിച്ച ഒരു പരിശീലനത്തിൻ്റെ ഭാഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ പറയുന്ന ഏതെങ്കിലും നമ്പറുകളിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്തേക്കൂ. ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളും ഈ വീഡിയോയുടെ ചുവട്ടിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഈ വിധത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിരന്തരം ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക. അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.